ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റ്. നിങ്ങളിൽ പലർക്കും മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ടായിരിക്കും. ഈ ഇൻവെസ്റ്റ്മെൻറ്റിൽ നമ്മൾ ഒഴിവാക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. നമ്മുടെ പ്രോഫിറ്റിനെ തഴയുന്ന കുറച്ച് തെറ്റുകൾ. ആ തെറ്റുകളൊക്കെ ഒഴിവാക്കിയിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്ക് ഇപ്പോൾ കിട്ടുന്ന പ്രോഫിറ്റിനെക്കാട്ടും കുറച്ചും കൂടി കൂടുതൽ നമുക്ക് ഏൺ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. മ്യൂച്വൽ ഫണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? മ്യൂച്വൽ ഫണ്ട് ഈസ് എ പ്രൊഫഷണലി മാനേജ്ഡ് ഫണ്ട് വിച്ച് പൂൾസ് മണി ഫ്രം മെനി ഇൻവെസ്റ്റേഴ്സ് ടു പർച്ചേസ് സെക്യൂരിറ്റീസ്. അതായത് മ്യൂച്വൽ ഫണ്ട് എന്ന് പറയുന്നത് പ്രൊഫഷണലി മാനേജ് ചെയ്യുന്നൊരു ഫണ്ടാണ്. അതിലേക്ക് നമ്മളെപ്പോലുള്ള ഇൻവെസ്റ്റേഴ്സ് ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നു, എന്നിട്ട് ആ പണം ഉപയോഗിച്ച് സെക്യൂരിറ്റീസ് വാങ്ങുന്നു. എന്ന് വെച്ചാൽ പലതരത്തിലുള്ള അസറ്റ് ക്ലാസ്സുകളിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നു എന്നർത്ഥം. ഇത് ഞാൻ മുന്നേ വീഡിയോകളിലൊക്കെ പറഞ്ഞിട്ടുള്ളതാണ്. എങ്കിലും പുതിയതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ അവർക്ക് മനസ്സിലാകുന്നതിന് വേണ്ടിയിട്ടാണ് പറഞ്ഞത്. അതായത് ഒരുമിച്ച് കുറേ ആളുകൾ നിക്ഷേപം നടത്തുന്നു, എന്നിട്ട് കുറേ ആളുകൾ ഒരുമിച്ച് സ്വരൂപിച്ചുണ്ടാക്കുന്ന ഒരു പണമാണ് മ്യൂച്വൽ ഫണ്ട് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആ പേരിൽ തന്നെ ഉണ്ടല്ലേ, മ്യൂച്വലായിട്ട് ഏൺ ചെയ്യുന്ന പ്രോഫിറ്റ് അല്ലെങ്കിൽ പണം. ഇപ്പോൾ ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് പലർക്കും അറിയാവുന്ന കാര്യങ്ങൾ തന്നെ ആയിരിക്കും. പക്ഷെ നമ്മുടെ ചാനലിൽ കൂടുതലും ബിഗിനേഴ്സിനെ ലക്ഷ്യം വെച്ച് ചെയ്യുന്നതുകൊണ്ട് തന്നെ ബിഗിനേഴ്സിന് കൂടുതൽ ഉപകാരപ്പെടും. എന്നാൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളുകൾക്കും ഈ കാര്യങ്ങൾ അറിയില്ലെങ്കിൽ അവർക്കും ഉപകാരപ്പെടും. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. നമ്മൾ മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റിൽ ഒഴിവാക്കേണ്ട 4 മിസ്റ്റേക്സ്, പൊതുവെ കോമൺ ആയിട്ട് കണ്ടുവരുന്ന 4 മിസ്റ്റേക്സ് ആണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. മികച്ച നേട്ടം നൽകാൻ ശേഷിയുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റ് ആണ് മ്യൂച്വൽ ഫണ്ടുകൾ. എന്നാൽ ഇവിടെയും കണക്കുകൾ പരിഗണിച്ച് യുക്തിയോടെയുള്ളൊരു സമീപനമാണ് ആവശ്യം. പൊതുവെ പലരും വരുത്തുന്ന തെറ്റുകൾ ഒഴിവാക്കി നിക്ഷേപം മുന്നോട്ട് കൊണ്ടുപോകാവുന്നതാണ്. മ്യൂച്വൽ ഫണ്ട് നിക്ഷേപത്തിന് വലിയ രീതിയിൽ സ്വീകാര്യത വർദ്ധിച്ചു വരുന്ന ഒരു സമയമാണിതല്ലേ. ക്ഷമയോടെ ബുദ്ധിപൂർവ്വം നിക്ഷേപം തുടരുന്നവർക്ക് വലിയ റിട്ടേൺ നൽകിയ ചരിത്രമാണ് പൊതുവെ ഇന്ത്യയിലെ മ്യൂച്വൽ ഫണ്ടുകൾക്കുള്ളത്. ഇവിടെ മ്യൂച്വൽ ഫണ്ട് നിക്ഷേപത്തിൽ പൊതുവെ വരുത്തി വയ്ക്കുന്ന ചില തെറ്റുകളെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കാൻ വേണ്ടി പോകുന്നത്. ആദ്യത്തേത് ഹ്രസ്വകാലാടിസ്ഥാനത്തിലുള്ള ഫോക്കസ്, അതായത് ഷോർട്ട് ടൈമിലേക്കുള്ള ഒരു ഫോക്കസ്. ഷോർട്ട് ടൈം അടിസ്ഥാനത്തിൽ നേട്ടമുണ്ടാക്കുക എന്ന ലക്ഷ്യമാണുള്ളതെങ്കിൽ മ്യൂച്വൽ ഫണ്ടുകളിൽ നിക്ഷേപം നടത്താതിരിക്കുന്നതാണ് നല്ലത്. കാരണം കുറഞ്ഞത് 7 വർഷമെങ്കിലും നിക്ഷേപം തുടരുന്നവർക്കാണ് മ്യൂച്വൽ ഫണ്ട് അനുയോജ്യമായതെന്നാണ് വിദഗ്ധരെല്ലാം നിർദ്ദേശിക്കുന്നത്. ഏറ്റവും ചുരുങ്ങിയത് 3 മുതൽ 5 വർഷത്തെ നിക്ഷേപമെങ്കിലും മുന്നിൽ കണ്ടുവേണം മ്യൂച്വൽ ഫണ്ടുകൾ പരിഗണിക്കേണ്ടത്. അപ്പോൾ ചെറിയ ടൈമിലേക്ക് മാത്രമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാണ്ടിരിക്കുക, കുറച്ച് കൂടുതൽ നാളത്തേക്ക്, കുറച്ച് കൂടുതൽ ടൈമിലേക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്നതായിരിക്കും മ്യൂച്വൽ ഫണ്ടിൽ നല്ലത്. അല്ലാതെ കുറവ് സമയത്തേക്ക് മാത്രം ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തുകൊണ്ട് ഒരു ഉപകാരവും നിങ്ങൾക്ക് ഉണ്ടാവില്ല എന്നാണ് വിദഗ്ധരെല്ലാം തന്നെ പറയുന്നത്. അതാണ് ആദ്യത്തെ പോയിന്റ്, ഹ്രസ്വകാലാടിസ്ഥാനത്തിലുള്ള ഫോക്കസ്. ഷോർട്ട് ടൈമിലേക്കുള്ള ഫോക്കസ് ചെയ്യാണ്ടിരിക്കുക, ലോങ് ടൈമിലേക്ക് നിങ്ങൾ കൂടുതലായിട്ടും ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുക. അടുത്ത പോയിന്റാണ് അപര്യാപ്തമായ നിക്ഷേപം. അതായത് കണക്കുകൾ കൂട്ടാതെയുള്ള നിക്ഷേപമാണ് പൊതുവെ തെറ്റായ തീരുമാനമായി മാറുന്നത്. നമ്മുടെ ഭാവിയിലേക്കുള്ള ലക്ഷ്യങ്ങളെല്ലാം നമ്മൾ മുന്നിൽ കാണണം. അത്തരത്തിൽ അത് മുന്നിൽ കണ്ടുകൊണ്ട് വേണം നിക്ഷേപം നടത്തേണ്ട തുക എത്രയാണെന്നൊക്കെ നമ്മൾ ഡിസൈഡ് ചെയ്യേണ്ടത്. എത്ര നാളത്തേക്ക് നമുക്ക് നിക്ഷേപം നടത്താൻ വേണ്ടി പറ്റും, അല്ലെങ്കിൽ പ്രതിമാസം നമ്മൾ എത്ര രൂപ മുടങ്ങാതെ നമുക്ക് മാറ്റി വയ്ക്കാൻ വേണ്ടി സാധിക്കും, വരുമാനം വർദ്ധിക്കുന്നതിനനുസരിച്ച് നിക്ഷേപ തുക നമുക്ക് ഇൻക്രീസ് ചെയ്യിപ്പിക്കാൻ വേണ്ടി സാധിക്കുമോ, വർദ്ധിപ്പിക്കാൻ വേണ്ടി സാധിക്കുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കി വെക്കണം. സാധിക്കുമെങ്കിൽ എത്രത്തോളം തുക അധികമായിട്ട് നിക്ഷേപിക്കാം, വിപണി സാഹചര്യങ്ങൾ എതിരായാൽ എന്ത് നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും, ഇത്തരം വിഷയങ്ങളെല്ലാം വിശകലനം ചെയ്ത് മാത്രം നമ്മൾ തീരുമാനം എടുക്കണം. ഇപ്പോൾ ഞാൻ മുന്നേ പറഞ്ഞ പോലെ എത്രയാണോ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് സാധിക്കുക, നമുക്ക് നമ്മുടെ ഗോൾസ് എന്തൊക്കെയാണ്, ഞാൻ മുന്നുള്ള വീഡിയോകളിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഗോൾസ് നമ്മൾ ഡിസൈഡ് ചെയ്തിട്ട് വേണം എത്ര തുക നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റും എന്നുള്ള കാര്യങ്ങളൊക്കെ ഡിസൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ ഗോളുകളൊക്കെ എന്തൊക്കെയാണെന്ന് നോക്കുക. എന്നിട്ട് ആ ഗോളിനനുസരിച്ചിട്ടുള്ള തുകകൾ മാറ്റിവെക്കാൻ നമുക്ക് സാധിക്കുമോ, നമുക്ക് കിട്ടുന്ന വരുമാനത്തിൽ നിന്ന്. നമുക്ക് സാലറി പേഴ്സൺ ആണെങ്കിൽ സാലറി കിട്ടുമ്പോൾ നമുക്ക് ഇന്ന തുക നമുക്ക് എല്ലാ മാസവും മാറ്റിവെക്കാൻ വേണ്ടി പറ്റുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചിന്തിക്കുക. അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചിന്തിച്ചതിന് ശേഷം വേണം മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താൻ. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി കൂടുതൽ എന്താ പറയുക, അപ്പോൾ നമുക്ക് നഷ്ടങ്ങളൊന്നും സംഭവിക്കില്ല. അപ്പോൾ നമ്മൾ കൂടുതൽ എമൗണ്ട് നമ്മൾ ഡിസൈഡ് ചെയ്തതിന് ശേഷം എല്ലാ മാസവും നമുക്ക് കൂടുതൽ എമൗണ്ട് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി സാധിച്ചില്ലെങ്കിൽ നമുക്കതൊരു പ്രശ്നമായി തീരും. ഓക്കെ, അപ്പോൾ നമുക്ക് എത്രയാണോ നമുക്ക് പറ്റുക ആ എമൗണ്ട് തന്നെ നമ്മൾ തുടരെ നിക്ഷേപിച്ചുകൊണ്ടിരിക്കുക. ഓക്കെ, ഇപ്പോൾ നമ്മൾ വലിയൊരു എമൗണ്ട് ഫിക്സ് ചെയ്തു. ആ വലിയ എമൗണ്ട് നമുക്ക് ഈ മന്ത് നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റി, നെക്സ്റ്റ് മന്ത് നമുക്ക് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അതൊരു മിസ്റ്റേക്കാണ് നമ്മൾ ചെയ്യുന്നത്. സോ അത്തരം കാര്യങ്ങളെല്ലാം ചിന്തിച്ച് നമുക്ക് എത്ര എമൗണ്ട് ആണോ നമുക്ക് മാറ്റി വയ്ക്കാൻ വേണ്ടി പറ്റുക ആ എമൗണ്ട് തന്നെ നമ്മൾ കറക്റ്റായിട്ട് മാറ്റി വെച്ച് ഇതിൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുക. അപ്പോൾ നമുക്ക് പയ്യെ നമുക്ക് ആ ഒരു പ്രോഫിറ്റ്, നമുക്കൊരു ബേർഡൻ ഇല്ലാണ്ട് തന്നെ നമുക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കും. നമുക്കൊരു ബുദ്ധിമുട്ട് വരില്ല. ഈ മാസം നമുക്ക് ഇത്ര എമൗണ്ട് ഇതിലേക്ക് മാറ്റി വെക്കണമല്ലോ അങ്ങനെ ചിന്തിക്കേണ്ട ഒരു സാഹചര്യം നമുക്ക് വരില്ല. അപ്പോൾ നമുക്ക് പറ്റുന്ന എമൗണ്ടാണ് നമ്മളിപ്പോൾ ചെയ്യുന്നത്. അപ്പോൾ അത്
അങ്ങനെ അങ്ങോട്ട് പൊക്കോളും. അപ്പോൾ അപര്യാപ്തമായ നിക്ഷേപം, നമുക്ക് എത്രയാണോ നിക്ഷേപിക്കാൻ താല്പര്യമുള്ള തുക അത് നമ്മൾ ഫിക്സ് ചെയ്തതിന് ശേഷം മാത്രം ഇൻവെസ്റ്റ് ചെയ്യുക. ഗോളുകളൊക്കെ മുന്നിൽ കണ്ടുകൊണ്ട് ഏതാണ് നമ്മുടെ ഗോള് അത് അച്ചീവ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള നിക്ഷേപങ്ങൾ നമ്മൾ കണ്ടിന്യൂ ചെയ്ത് നിക്ഷേപിച്ചുകൊണ്ടിരിക്കുക. മൂന്നാമത്തെ പോയിന്റാണ് SIP അവസാനിപ്പിക്കുക അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്കുള്ള പിൻവലിക്കൽ. അച്ചടക്കത്തോടെ തുടർന്ന് വന്ന SIP നിക്ഷേപങ്ങൾ അവസാനിപ്പിക്കുക എന്നത് നല്ലൊരു കാര്യമല്ല. അതുപോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് മ്യൂച്വൽ ഫണ്ടിൽ നിന്നും പണം നമ്മൾ വിഡ്രോ ചെയ്യുക എന്ന് പറയുന്നതും ഒരു നല്ലൊരു നിക്ഷേപത്തിന് ചേർന്നൊരു കാര്യമല്ല. ഇതെല്ലാം കോമ്പൗണ്ടിങ് അടിസ്ഥാനത്തിലുള്ള വളർച്ചയെ നമുക്ക് തടയുന്നു. നമുക്കൊരു ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും, നമുക്ക് ചില മാസങ്ങളിൽ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ചിലപ്പോൾ നമുക്ക് ക്യാഷിന് ടൈറ്റുള്ള മാസങ്ങളിൽ ചിലപ്പോൾ നമുക്ക് ആ ഒരു തുക ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കില്ല. പക്ഷെ നമ്മളത് അവസാനിപ്പിക്കുന്നതിന് പകരം, ആ SIP അവസാനിപ്പിക്കുന്നതിന് പകരം ഒരു താൽക്കാലികമായിട്ട് നിക്ഷേപം നമുക്ക് നിർത്തിവെക്കാൻ വേണ്ടി പറ്റും. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇത് മ്യൂച്വൽ ഫണ്ട് യൂണിറ്റുകളുടെ മൊത്തത്തിലുള്ള വാല്യുവേഷനെ കുറഞ്ഞ തോതിൽ മാത്രമായിരിക്കും ബാധിക്കുന്നത്. നമ്മൾ SIP നിർത്തിപ്പോകുന്നത് പോലെ ഒരു പ്രശ്നമുള്ളൊരു കാര്യമല്ല താൽക്കാലികമായിട്ടിത് നിർത്തിവെക്കുക എന്നുള്ളത്. അപ്പോൾ അത്തരത്തിൽ താൽക്കാലികമായി നിർത്തിവെക്കാൻ നിങ്ങൾ ശ്രമിക്കുക, SIP അവസാനിപ്പിച്ച് പോകാതിരിക്കുക. ഓക്കെ, അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്ക് നമ്മുടെ ഒരു വരുമാനം വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. അടുത്ത അവസാന പോയിൻ്റാണ് വിപണി ഇടിവിനോടുള്ള പ്രതികരണം. അതായത് എല്ലാ വിപണിയും കയറ്റിറക്കങ്ങളിലൂടെയാണ് മുന്നോട്ട് പോകുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം, വിപണി ഉയരാനും സാധ്യതയുണ്ട്, താഴാനും സാധ്യതയുണ്ട്. ഓക്കെ, അപ്പം ഈ ഒരു ബിയർ മാർക്കറ്റിൽ നമ്മൾ പരിഭ്രാന്തരായിട്ട് നിക്ഷേപം പിൻവലിക്കുന്നത് ഒരു നല്ലൊരു നിക്ഷേപക രീതിയല്ല. ഇപ്പോഴും നമ്മൾ പറയാറുണ്ടല്ലോ ഇത്. ക്ഷമയോടെ കാത്തിരിക്കുന്നവർക്ക് പിന്നീട് ബുൾ വിപണിയുടെ നേട്ടങ്ങൾ സ്വന്തമാക്കാൻ വേണ്ടി സാധിക്കും. അതുപോലെ തന്നെ മ്യൂച്വൽ ഫണ്ടുകളുടെ കഴിഞ്ഞകാല പ്രകടനങ്ങൾ മാത്രം നോക്കി തീരുമാനമെടുക്കുന്ന രീതിയും തെറ്റാണ്. ഓക്കെ, അപ്പോൾ അത്തരത്തിലൊന്നും ചെയ്യാണ്ടിരിക്കുക. നമുക്ക് വിപണി താഴേക്കും പോകാം, മുകളിലേക്കും വരാനുള്ള സാധ്യതകൾ എപ്പോഴും ഉണ്ട്. അപ്പോൾ അത് മനസ്സിലാക്കി വെക്കുക. പിന്നെ ഈ പറഞ്ഞതുപോലെ തന്നെ താഴേക്ക് പോകുന്ന സമയങ്ങളിലൊന്നും, മൊത്തത്തിലാണ് ഞാൻ പറയുന്നത്, താഴേക്ക് പോകുന്ന സമയങ്ങളിൽ പരിഭ്രാന്തരായിട്ട് അതുകൊണ്ട് പിൻവലിക്കാതിരിക്കുക, വെയിറ്റ് ചെയ്യുക, ക്ഷമയോടുകൂടി വെയിറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് നല്ലൊരു പ്രോഫിറ്റ് തന്നെ ഏൺ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പോൾ ഈ ഒരു 4 പോയിന്റുകൾ നിങ്ങൾ ശ്രദ്ധിക്കുക. ഷോർട്ട് ടൈമിലേക്കുള്ള ഫോക്കസ് ചെയ്യാണ്ടിരിക്കുക, ലോങ് ടൈമിലേക്ക് തന്നെ കൂടുതൽ ഫോക്കസ് ചെയ്യാം. അതുപോലെ തന്നെ നമ്മുടെ ഗോളുകൾ എന്താണെന്ന് മനസ്സിലാക്കി നമുക്ക് നടത്തേണ്ട നിക്ഷേപ തുക ഫിക്സ് ചെയ്ത് കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് നിക്ഷേപിച്ച് പോവുക. SIP അവസാനിപ്പിക്കാതിരിക്കുക, താൽക്കാലികമായിട്ട് നിർത്തിവെക്കുക. SIP മൊത്തത്തിൽ അവസാനിപ്പിച്ച് പോകാതിരിക്കുക. മൊത്തത്തിൽ അവസാനിപ്പിച്ച് പോയിട്ടുണ്ടെങ്കിൽ മ്യൂച്വൽ ഫണ്ടുകളുടെ ആകെയുള്ള വാല്യുവേഷനെ നല്ല രീതിയിൽ തന്നെ ബാധിക്കും. അപ്പോൾ നിർത്തിവെക്കുകയാണ്, താൽക്കാലികമായി നിർത്തിവെക്കുകയാണെങ്കിൽ കുറഞ്ഞ തോതിൽ മാത്രമായിരിക്കും അതിനെ ബാധിക്കുന്നത്. അതുപോലെ തന്നെ വിപണി ഇടിയുമ്പോൾ പേടിച്ച് അത് പിൻവലിക്കാതിരിക്കുക, ക്ഷമയോടുകൂടി കാത്തിരിക്കുക. നിങ്ങൾക്ക് നല്ലൊരു പ്രോഫിറ്റ് തന്നെ ഏൺ ചെയ്യാൻ വേണ്ടി സാധിക്കും. അപ്പോൾ ഈ 4 പോയിന്റുകളെല്ലാം കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് ശ്രദ്ധിച്ച് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുക. ഇനി നിങ്ങൾക്ക് മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ ഞങ്ങളൊരു ലിങ്ക് കൊടുക്കുന്നുണ്ട്. ആ ലിങ്കിൽ കയറി നിങ്ങൾക്ക് മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫ്രണ്ട്സ്.